അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ സ്റ്റൈലിൽ ഒരു ബീഫ് അച്ചാർ. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ ബീഫ്. ആദ്യമായിട്ട് നമുക്കത് കുക്കറിട്ട് വേവിച്ചെടുക്കാം. ബീഫ് കുക്കറിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് ഉപ്പ് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുക്കറിൽ വെച്ചതിന് ശേഷം ഇനി നമുക്ക് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഒരു 3 വിസിൽ കേൾക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. 3 വിസിൽ കയറ്റതിന് ശേഷം നമുക്കിനി കുക്കർ തുറക്കാം. കുക്കറിനെ എടുത്തതിന് ശേഷം അടുത്തതായി നമുക്ക് പാനിൽ ബീഫ് ഇട്ട് പൊരിച്ചെടുക്കാം. ബീഫ് നല്ല രീതിയിൽ വറുത്തെടുക്കാനായി നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിക്കാം. ഇനി ബീഫ് നമുക്ക് നല്ല രീതിയിൽ പൊരിച്ചെടുക്കാം. ഇറച്ചി മുരിഞ്ഞതിന് ശേഷം നമുക്ക് കോരി മാറ്റാം. മുരിഞ്ഞ ബീഫ് കോരി മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി എല്ലാം മുരിഞ്ഞതിന് ശേഷം നമുക്കതിനകത്ത് കുറച്ച് പൊടികൾ ചേർക്കാം. ആദ്യമായി മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തതായി മുളക് പൊടി ചേർക്കാം. അടുത്തതായി ഉപ്പ് പൊടി ചേർക്കാം. അതിനുശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായി നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കുക. നമുക്ക് ആ ബീഫ് അച്ചാറിൻ്റെ ആ ഒരു കളറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് വെച്ചിട്ട് ആ മസാല നല്ലപോലെ അങ്ങോട്ട് പിടിപ്പിക്കുക. ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, ആവശ്യത്തിനുള്ള തീ മാത്രം വെച്ചാൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീഫ് അച്ചാർ റെഡി.